രാവിലത്തെ ചായക്കായാലും അതുപോലെ തന്നെ വൈകുന്നേരത്തെ ചായക്കായാലും ഒക്കെ ഉപയോഗിക്കാൻ പറ്റിയ നല്ല അടിപൊളി റെസിപ്പി കണ്ടാലോ. അതും മൈദപ്പൊടി വെച്ചിട്ടാണ് ഞാൻ ഇവിടെ തയ്യാറാക്കുന്നത്. പെട്ടെന്ന് തന്നെ നമുക്കിത് തയ്യാറാക്കി എടുക്കാൻ പറ്റിയ. അപ്പോൾ ഇതെങ്ങനെ തയ്യാറാക്കുന്നതെന്ന് കാണിച്ചു തരാം. ആദ്യം തന്നെ നമുക്ക് കുറച്ച് മൈദ എടുത്തിട്ട് ഒന്ന് കുഴച്ചെടുക്കണം. കുറച്ച് മാത്രം മതി കേട്ടോ. ഒരു 1.5 കപ്പ് എടുത്തിട്ടുണ്ട്. ഇതൊന്ന് നല്ലോണം തന്നെ കൈ വെച്ചിട്ട് നല്ലോണം തന്നെ നമ്മളിപ്പം പൊറാട്ടക്കൊക്കെ മാവ് ഒഴിക്കുന്നില്ലേ അതുപോലെ തന്നെ കുഴച്ചെടുക്കുക. പച്ചവെള്ളമാണ് ഒഴിക്കുന്നത്. ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മളെ വീഡിയോ കാണുന്നവർ വീഡിയോക്ക് മറന്നു പോകാണ്ട് ലൈക്ക് തരണേ. എന്തെങ്കിലും ഒരു കമൻറ്റ് ഇടണേ. ഒരു ഹാർട്ടോ സ്മൈലോ എന്തെങ്കിലും ഒരു കമൻറ്റ് ഇട്ടാൽ മതി കേട്ടോ. അപ്പോൾ ഇതാ ഇത് നല്ലോണം തന്നെ കുഴച്ചെടുക്കുക. പിന്നെ ഫേസ്ബുക്ക് കാണുന്നവർ ഒന്ന് ഫോളോ ചെയ്യുക. അതുപോലെ തന്നെ യൂട്യൂബ് കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടൊന്ന് സപ്പോർട്ട് ചെയ്യണേ. നല്ലോണം തന്നെ നമ്മൾ പൊറാട്ടക്ക് കുഴക്കുന്നില്ല അതുപോലെ തന്നെ നല്ല ലൂസാക്കിയിട്ട് തന്നെ കുഴച്ചെടുക്കുക. അധികം ടൈറ്റ് വേണ്ട കേട്ടോ. കുറച്ച് ലൂസാക്കിയിട്ടാണ് നമ്മളിത് കുഴച്ചെടുക്കുന്നത്. കയ്യിൽ ഒട്ടിപ്പിടിക്കുന്നുണ്ടെങ്കിൽ കുറച്ച് ഓയിൽ തടവി കൊടുത്താൽ മതിയാവും കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ കുഴച്ചെടുത്ത് സൈഡിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഒരു നേരം കൊണ്ട് ഞാനിവിടെ കുറച്ച് ചിക്കൻ എടുത്ത് മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിപ്പോൾ എല്ലില്ലാത്ത ചിക്കനാണ് കേട്ടോ എടുത്തത്. അപ്പോൾ ഇത് ജാറിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇതൊന്ന് അടിച്ചെടുക്കുക. ചിക്കൻ ഇതേപോലെ ഞാൻ അടിച്ചെടുത്തിട്ടുണ്ട്. ഇതേപോലെ കിട്ടിയാൽ മതി കേട്ടോ. ഇനി ഇതൊരു പാനിലേക്ക് ഇട്ട് കൊടുക്കുക. ഇതിൻ്റെ കൂടെ കുറച്ച് ബട്ടർ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു കഷ്ണം മതിയാവും കേട്ടോ. ബട്ടർ ഇല്ലെങ്കിൽ വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്താൽ മതി. പിന്നെ ബട്ടർ ആകുമ്പോൾ നല്ലൊരു ടേസ്റ്റ് കൊടുക്കും കേട്ടോ. അതുകൊണ്ടാണ് പാകത്തിന് ഉപ്പും പിന്നെ 1 ടീസ്പൂൺ അളവിൽ മുളക് പൊടി അതുപോലെ തന്നെ 1/2 ടീസ്പൂൺ അളവിൽ മഞ്ഞൾ പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇത് മൂടി വെച്ച് കൊടുക്കുക. മൂടി വെച്ചിട്ട് ഇതിൻ്റെ വെള്ളം ഇറങ്ങി വരും കേട്ടോ. ആ ഒരു സമയത്ത് അത് വെന്ത് കിട്ടിക്കോളൂ. കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഞാൻ ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തിരിക്കുന്നു കേട്ടോ. എന്നിട്ട് ഇത് നല്ലോണം ഫ്രൈ ആയിട്ട് വരണം. ഇതിൻ്റെ അകത്തുനിന്ന് ഇറങ്ങി വന്ന വെള്ളമാണ് എന്നിട്ട് ഇത് മുഴുവനായിട്ടും. ഇനി ഇത് നമുക്കിതൊന്ന് ഇളക്കിയിട്ട് കൊടുക്കണം. ഇതിലേക്ക് ഞാൻ നമ്മൾ പൊടിച്ച ഗരം മസാല പൊടിയാണ് കേട്ടോ ചേർത്ത് കൊടുത്തത്. നമ്മൾ വീട്ടിൽ തന്നെ തയ്യാറാക്കിയ ഗരം മസാല പൊടിയാണ്. ഇതേപോലത്തെ എല്ലാ ഐറ്റംസിലും നമ്മൾ ചേർത്ത് കൊടുക്കാറുണ്ട് കേട്ടോ. ഈ ഒരു ഗരം മസാലപ്പൊടി ഒരു നുള്ളു മാത്രം മതിയാവും, കൂടുതലൊന്നും വേണ്ട കേട്ടോ. ഇപ്പോൾ ഈ ഒരു ഗരം മസാലപ്പൊടി വേണ്ടവർ നമ്മളെ ഈ ഒരു നമ്പറിൽ വിളിച്ചാൽ മതി കേട്ടോ. നമ്മൾ കൊറിയറായിട്ട് അയച്ചു തരുന്നതാണ്. അപ്പോൾ ഇത് ആ ഗരം മസാലപ്പൊടിയാണ് കേട്ടോ. നമ്മൾ പൊടിച്ച് സ്റ്റോക്കാക്കി വെച്ചതാണ്. അപ്പോൾ ഇതിന് കുറച്ച് ഓർഡർ ഉണ്ട് കേട്ടോ. അതുകൊണ്ട് ഇത് നമ്മൾ പൊടിച്ച് അവിടെ വെച്ചതാണ്. പിന്നെ ഓർഡർ വരുന്നതിനനുസരിച്ച് നമ്മൾ പെട്ടെന്ന് തന്നെ തയ്യാറാക്കി കൊടുക്കലാണ് കേട്ടോ. നല്ല ഫ്രഷ് ആയിട്ട് തന്നെ. അപ്പോൾ ഇതാ ഈ ഒരു ജാറിലേക്ക് മല്ലിച്ചപ്പ്, പുതിനച്ചപ്പ് അതുപോലെ തന്നെ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് എല്ലാം കൂടി ഒന്ന് അടിച്ചെടുത്തിട്ട് ഒരു പാത്രത്തിലേക്ക് മാറ്റി വെക്കുന്നുണ്ട്. എന്നിട്ട് ആ ഒരു പാത്രത്തിലേക്ക് തന്നെ നമ്മൾ നേരത്തെ പൊരിച്ച് വെച്ച ചിക്കനില്ലേ അതൊന്ന് ചൂടൊന്നാറിയതിന് ശേഷം ആ ഒരു മിക്സിൻ്റെ ജാറിലേക്ക് തന്നെ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കുന്നുണ്ട്. ഞാൻ മല്ലിച്ചപ്പും പുതിനച്ചപ്പും വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊന്ന് അടിച്ചെടുത്തതിന് ശേഷം നമ്മൾ ചിക്കൻ പൊരിച്ച ആ ഒരു പാനിലേക്ക് തന്നെ 2 ഉള്ളി കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് അധികം വാട്ടേണ്ട ആവശ്യമില്ല കേട്ടോ. ഇതിൽ നമ്മൾ വെളിച്ചെണ്ണ ഓയിലൊന്നും ചേർത്ത് കൊടുക്കണ്ട. ആ ഒരു എണ്ണയില്ലേ നമ്മളിപ്പോൾ ചിക്കൻ പൊരിച്ച ഒരു എണ്ണയില്ലേ അതിൻ്റെ അകത്തേക്ക് തന്നെ ഇട്ട് കൊടുത്തത്. എന്നിട്ട് ഒന്ന് ഇളക്കി ഇട്ട് കൊടുക്കുക. നമ്മൾ ഇതിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് അരച്ചിനല്ലോ അതും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൽ മല്ലിച്ചപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അത് കാണിക്കാൻ വിട്ടുപോയതാണ്. അപ്പോൾ ഇത് നല്ലോണം തന്നെ മിക്സാക്കി കൊടുക്കുന്നുണ്ട്. അധികം വാടി വേവേണ്ട ആവശ്യമില്ല കേട്ടോ. ആ ഒരു പച്ച ടേസ്റ്റ് നിന്നോട്ടെ, കുഴപ്പമില്ല. ഇതിലേക്ക് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഒന്നും കൂടി വഴറ്റി കൊടുക്കുക. എന്നിട്ട് ഫ്ലെയിം ഓഫാക്കി കളയുക കേട്ടോ. കുറേ നേരം ഇങ്ങനെ വഴറ്റേണ്ട ആവശ്യമില്ല. ഇനിയിപ്പം ഞാൻ ഫ്ലെയിം ഓഫാക്കിയിട്ടാണ് ഉള്ളത്. ഇനി ഇതിലേക്ക് നമ്മൾ പൊടിച്ച് വെച്ച ചിക്കൻ ഇട്ട് കൊടുക്കാം. ചിക്കന് നല്ലോണം പൊടിഞ്ഞു പോകേണ്ട ആവശ്യമില്ല. അവിടെ ഇവിടെ ഇങ്ങനെ കടിക്കാൻ തക്കത്തോണം വേണം കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് ഉരുളൻകിഴങ്ങ് പുഴുങ്ങിയത് ഇട്ട് കൊടുക്കാം. ഞാനിവിടെ 2 ഉരുളൻകിഴങ്ങ് ഇതേപോലെ കട്ട് ചെയ്തിട്ട് പുഴുങ്ങിയെടുത്ത് വെച്ചിരുന്നു. ഇനി ഇത് നമുക്ക് വെള്ളം ഒഴിവാക്കിയിട്ട് നല്ലോണം ഒന്ന് ഉടച്ചിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് നല്ലോണം കൈവച്ചിട്ട് നമുക്ക് കുഴച്ചെടുക്കണം. ഇത് ഞാൻ വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതിൽ നല്ല ചൂടാണ്, അതുകൊണ്ട് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുത്തതിന് ശേഷം അതിന് കൈവച്ചിട്ട് നല്ലോണം കുഴച്ചെടുത്തിട്ട് നമുക്കിത് ഉരുളകളാക്കി എടുക്കണം കേട്ടോ. അപ്പോൾ ഞാനിതൊന്ന് ഉരുളകളാക്കി എടുക്കുന്നുണ്ട്. നമ്മളിപ്പം ബോണ്ടയൊക്കെ ഉണ്ടാക്കുന്നില്ലേ ആ ഒരു വലുപ്പത്തിലാണ് നമ്മളിത് ഉരുളകളാക്കി എടുക്കുന്നത്. ഓരോന്നും ഇതേപോലെ ഉരുളകളാക്കി എടുത്തിട്ടുണ്ട്.
മുഴുവനായിട്ടും നമ്മൾ ഇതേപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഇഡ്ഡലി ചെമ്പിലാണ് കേട്ടോ ചെയ്തെടുക്കാൻ വേണ്ടത്. അപ്പോൾ ഇതാ നമ്മൾ മൈദപ്പൊടി അവിടെ കുഴച്ച് വെച്ചിട്ടുണ്ട്. അതൊന്ന് നല്ലോണം ഒന്ന് വലിഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി കൈൻ്റെ അടിയിൽ കുറച്ച് ഓയിലാക്കി കൊടുത്തതിന് ശേഷം കുറച്ച് മൈദപ്പൊടി എടുത്തിട്ട് ഇതേപോലെ ഒന്ന് റോളാക്കിയിട്ട് ഉരുളാക്കിയിട്ട് ഇതേപോലെ വാഴൻ്റെ ഇലയിൽ ഇതേപോലെ ഒന്ന് പരത്തി കൊടുക്കുക. നല്ല തിന്നാക്കിയിട്ട് തന്നെ പരത്തുക കേട്ടോ. കുറച്ച് ഓയിലാക്കി കൊടുക്കണേ, അല്ലെങ്കിൽ കയ്യിൽ ഒട്ടി പിടിക്കും. എന്നിട്ട് ഇതേപോലെ കൈ വെച്ചിട്ട് നല്ലോണം പ്രസ് ചെയ്തിട്ടൊന്ന് പരത്തി കൊടുക്കുക. നല്ലോണം തന്നെ പരത്തി കൊടുക്കുക. ഒട്ടും തന്നെ കട്ടി ഉണ്ടാവാൻ പാടില്ല തീരെ. അപ്പോൾ മസാലൻ്റെ ഒരു ഉരുള എടുത്തിട്ട് ഇതിൻ്റെ നടുവിലായിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതേപോലെ ആക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മളിപ്പം കിഴിയാക്കുന്നില്ല, അതുപോലെ ആക്കിയിട്ട് ഇതേപോലെ കുറച്ച് ബാക്കി വന്നത് അത് എടുത്ത് മാറ്റുക. എന്നിട്ട് അവിടെ ആ ഭാഗം ഒന്ന് അമർത്തി കൊടുത്താൽ മതി കേട്ടോ. കറക്റ്റായിട്ട് വന്നോളൂ. അപ്പം തീരെ കട്ടിയില്ല കേട്ടോ. അഥവാ ഇതേപോലെ പൊട്ടിപ്പോവുകയെന്ന് വെച്ചാൽ അത് ഒന്ന് കൂട്ടി കൊടുത്താൽ മതി. അല്ലെങ്കിൽ കുറച്ച് മൈദപ്പൊടി അതിൻ്റെ മുകളിലായിട്ട് വെച്ച് കൊടുത്താലും മതി കേട്ടോ. അത് കറക്റ്റായിട്ട് നിന്നോളൂ. എന്നിട്ട് ഞാനിതൊന്ന് ആവിച്ചമ്പിലേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട്. മുഴുവനായിട്ട് ഞാൻ ഇത് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് ഞാൻ ആവിച്ചമ്പിലേക്ക് വെച്ച് കൊടുത്തിട്ടൊന്ന് വേവിച്ചെടുക്കട്ടെ. കുറച്ച് നേരം ആവി കയറ്റിയെടുത്താൽ മതി. ഒരു 1/4 മണിക്കൂർ ആവി കയറ്റിയെടുക്കുമ്പോഴത്തേക്ക് തന്നെ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും കേട്ടോ. അപ്പോൾ ഇതാ നമ്മളെ മോമോസ് ഇവിടെ അടിപൊളിയായിട്ട് തന്നെ കിട്ടിയിട്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ. ഈ ഒരു മസാല കൂട്ടിയിട്ട് ഇതേപോലെ ചെയ്യാൻ വേണ്ടിയിട്ട് നല്ല ടേസ്റ്റാണ്. കൈ കൊണ്ടിങ്ങനെ തൊട്ട് വെക്കുന്ന സമയത്ത് നല്ല സോഫ്റ്റാണ് കേട്ടോ. ഇങ്ങനെ ഇതേപോലെ തട്ടി വെക്കുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ പൊട്ടിപ്പോവും കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ കൈ കൊണ്ട് എടുക്കാണ്ട് സ്പൂൺ കൊണ്ടാറ്റാൻ കൈ എടുത്താൽ മതി. ഇതാ കണ്ടില്ലേ, ഇതേപോലെ എടുത്ത് വെച്ചിട്ടുണ്ട്. നല്ല അടിപൊളിയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് നമ്മുടെ മോമോസ്. ഇതേപോലെ ചെയ്യാത്തവരുണ്ട് ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എഴുതി അറിയിക്കാൻ മറന്നു വെറുതെ. അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ എണ്ണക്കൊടിയൊന്നും വേണ്ടാത്തവർക്ക് ഇതേപോലെ ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ രാവിലത്തേക്കായാലും അതുപോലെ തന്നെ വൈകുന്നേരത്തേക്കായാലും നല്ല അടിപൊളിയായിട്ട് തന്നെ ചെയ്തെടുക്കാൻ പറ്റും. നല്ല അടിപൊളി റെസിപ്പിയാണ് കേട്ടോ. ഒരു പ്രാവശ്യമെങ്കിലും ചെയ്ത് നോക്കേ. കണ്ടില്ലേ, ഇതിൻ്റെ തൊലിക്ക് തീരെ കട്ടിയില്ല കേട്ടോ. അടിപൊളിയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. നല്ല ടേസ്റ്റും ഉണ്ട് കേട്ടോ കഴിക്കാൻ.